വണ്ടികളുടെ കാര്യത്തിൽ അത്രയും മോശം വണ്ടികളില്ല. ഇപ്പോൾ സിനിമ ഇഷ്ടംപോലെ മോശം സിനിമ വരുന്നുണ്ട്, അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മളിപ്പോൾ ഈ ഒരു വണ്ടി ഓടിക്കും, ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വണ്ടികൾ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം, അഡാസ് ഫീച്ചേഴ്സ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഏതാണ്ട് ഒരുപോലെയാണ്. ഇപ്പം നമുക്ക് ആകെ പറയാവുന്നത്, ഇപ്പം കഴിഞ്ഞ ജനറേഷനിൽ ഈ വണ്ടിയിലുണ്ടായിരുന്ന എഞ്ചിനേക്കാളും കുറച്ചുകൂടി ലാഗ് വന്നു, അല്ലെങ്കിൽ അത് 3 സിലിണ്ടർ ആക്കി എന്നൊക്കെ പറയുന്നല്ലേ സിനിമയിലുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അപ്പുറത്തേക്ക് എന്താണ്, വണ്ടി തീരെ മോശം വണ്ടികളൊന്നും ഇപ്പം അങ്ങനെ വരുന്നില്ല, ജനം അക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ളതുകൊണ്ട് അങ്ങനെ. പിന്നെ ഞാൻ വേറൊരു കാര്യം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അത് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ആകെ വളരെ കുറച്ച് പേര് ചെയ്യുന്നുള്ളൂ. മെയിൻ സ്ട്രീം ഏറ്റവും മുന്നിൽ നിൽക്കുന്ന യൂട്യൂബേഴ്സ് പലരും ചെയ്യാത്ത കാര്യമാണ് ഈ വണ്ടികളുമായിട്ട് ബന്ധപ്പെട്ട വിവാദങ്ങൾ ഞാൻ ഏറ്റെടുക്കുന്നുണ്ട്. ഇപ്പം വണ്ടിക്ക് വേണ്ടി ബുക്ക് ചെയ്യുന്നു, പൈസ കിട്ടുന്നില്ല, അതുപോലെ വണ്ടി കത്തിപ്പോയി, അവർ ഓട്ടോമൊബൈൽ കമ്പനി മൈൻഡ് ചെയ്യുന്നില്ല, അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഞാൻ ടാറ്റ, സ്കോഡ അങ്ങനെയുള്ള വമ്പൻ ബ്രാൻഡുകളെ പറ്റി പച്ചയ്ക്കാണ് നമ്മൾ ആ വീഡിയോ ഒക്കെ ചെയ്തത്. കാരണം അത് കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്താണ് അതിൻ്റെ എന്താണ് ശരി എന്നെനിക്ക് മനസ്സിലാകുകൊണ്ട് ചെയ്യുന്ന. അതാരും ചെയ്യാറില്ല. കാരണം വെച്ചാൽ ഈ ഓട്ടോമൊബൈൽ ഒക്കെ ചെയ്യുന്ന യൂട്യൂബേഴ്സിന് എപ്പോഴും ഈ നേരത്തെ അനീഷ് പറഞ്ഞ കാര്യം തന്നെ, ഓട്ടോമൊബൈൽ കമ്പനിയോട് പിണങ്ങിയാലോ, എന്നെ ഇനി മീഡിയ ഡ്രൈവിനൊക്കെ വിളിക്കാതിരുന്നാലോ എന്നൊക്കെയുള്ള പേടിയുണ്ട്. എനിക്ക് അത്രയും പേടിയൊന്നുമില്ല. കാരണം നമ്മൾ ഏതായാലും ഇത്രയും വർഷം ഇതൊക്കെ ചെയ്യുന്നു, ഇനി കുറച്ചൊക്കെ ജനവർഷം വേണ്ടേ, അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നുണ്ട്. അത് എന്തായാലും കുറേ പേരൊക്കെ അതിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിച്ച് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട്